നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഒറാക്കിൾ ഡെക്സ് എന്ന് മാത്രമായിട്ട് നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ടാരോയും ഇതും കൂടി മിക്സ് ചെയ്തിട്ടല്ലേ നോക്കുക. കുറേശ്ശെ കാർഡ്സ് 2 ഡെക്കൊന്നും എടുത്തിട്ട് നമുക്ക് നോക്കാം. അഡീഷണൽ സമയം ഉണ്ടെങ്കിൽ ഇനി എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഡെക്കിൽ നിന്ന് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. അവർ ഹീലിങ്ങിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാവും കേട്ടോ. ഹീലിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. നിങ്ങളോട് സത്യങ്ങൾ തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഐ എം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. അവർ നേരത്തെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിന് നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാനാണ് അവർ ആലോചിക്കുന്നത്. ഐ എം സ്ട്രഗ്ലിങ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. എങ്ങനെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹം മാഞ്ഞു പോകുന്നില്ല എന്നവർ പറയുന്നു. ഐ ഹവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നിങ്ങളുടെ അടുത്ത് തോന്നിയതുപോലെ ഒരു സ്നേഹം, ഒരു പാഷൻ അവർക്കിത് മുന്നേ ഒരിക്കലും തോന്നിയിട്ടില്ല എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. വാട്ട് ഡു യു സീ ഇൻ മീ? നിങ്ങൾ അവരിൽ എന്താണ് കണ്ടത്? ഐ എം അഫ്രൈഡ് ടു ലൂസ് യു. നിങ്ങൾ വിട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്ക് നല്ലപോലെ ഉണ്ട്. ഐ ക്രൈ അറ്റ് നൈറ്റ്. അവർ രാത്രികളിൽ കരയാറുണ്ട് എന്ന് പറയുന്നു. ഐ എം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദെൻ മൈ ഹാർട്ട്. അതായത് ബുദ്ധി വെച്ചാണ് ചിന്തിക്കുന്ന, ഹാർട്ട് കൊണ്ടല്ല, മനസ്സുകൊണ്ടല്ല. അതിൻ്റെ കുഴപ്പമാണ് ഈ കാണുന്നത്. പ്രാക്ടിക്കാലിറ്റി കൂടിയതിൻ്റെ പ്രശ്നമാണ് നിങ്ങളുടെ പേഴ്സണ് എന്നാണ് അവർ പറയുന്നത്. ഐ കാൺട്ട് മേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. വൈ ഡു ഐ ഫീൽ ദിസ് വേ? അവർ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനിലാണ്. ദ പാഷൻ ഈസ് ടു മച്ച്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹമുണ്ട് താനും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു സ്ട്രഗിളിൽ അവരിയ്ക്കുന്നതായിട്ട് കാണുന്നു.